ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ തിരുവിതാംകൂർ രാജവംശം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, തിരുവിതാംകൂർ ഭരണാധികാരികൾ നമ്മൾ 4 ഭരണാധികാരികളെ പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റാണി ഗൗരി പാർവതി ഭായി ആണ്. അപ്പോൾ 1815 മുതൽ 1829 വരെ ആയിരുന്നു ഇവരുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി പാർവതി ഭായ് എന്ന് പറയുന്നത്. അതുപോലെ തിരുവിതാംകൂറിലെ ഫുൾ ടൈം റീജൻ്റായിട്ട് ഭരണം നടത്തിയ ഭരണാധികാരിയായിരുന്നു. കാരണം സ്വാതി തിരുനാൾ ആ സമയത്ത് പ്രായപൂർത്തിയായി വരുന്ന സമയമായിരുന്നു. അപ്പോൾ ആ ഫുൾ ടൈം റീജൻ്റ് എന്ന പദവി നമ്മുടെ റാണി ഗൗരി പാർവതി ഭായിക്കാണ്. അതുപോലെ ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. CMS പ്രസ് കോട്ടയത്ത് 1821 വന്നത് ഇവരുടെ കാലഘട്ടത്തിലാണ്. അതുപോലെ ഊഴിയം നിർത്തലാക്കി, പോൾ ടാക്സ് നിരോധിച്ചു, താണജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വെള്ളി സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങളൊക്കെ ഇടാനായിട്ടുള്ള അനുമതി നേടിക്കൊടുത്തു. താണജാതിക്കാർക്കിടെ വീടുകൾ ഓട് മേയാനായിട്ടുള്ള സൗകര്യമൊക്കെ ഏർപ്പെടുത്തി. അതൊക്കെ റാണി ഗൗരി പാർവതി ഭായ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് PSC എപ്പോഴും ചോദിക്കാറുണ്ട്, പ്രാഥമിക വിദ്യാഭ്യാസം, തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ച ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്, റാണി ഗൗരി പാർവതി ഭായ് എന്ന് പറയുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ.